ഹലോ, ടേൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അങ്കമാലി മാങ്ങാക്കറിയാണ് കേട്ടോ. അങ്കമാലി സൈഡിലൊക്കെ ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷ പരിപാടികൾക്കൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം ഈ മാങ്ങാക്കറിയുടെ രുചി വേറെ തന്നെയാണെന്ന്. അപ്പോൾ ഈ ഈസ്റ്ററായിട്ട് നമുക്ക് ഈ മാങ്ങാക്കറി തയ്യാറാക്കാം. അതിനുവേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സവാള കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 6 ചുവന്നുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 1.5 തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് മാങ്ങയാണ്. 2 മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ചുനച്ച മാങ്ങയാണ് ഈ കറി തയ്യാറാക്കാനായിട്ട് നല്ലത്. പെട്ടെന്ന് കുഴഞ്ഞു പോകാത്ത മാങ്ങ വേണം ഈ കറി തയ്യാറാക്കാനായിട്ട് എടുക്കാൻ. അപ്പോൾ മാങ്ങ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയിലേക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വിനേഗറും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. മാങ്ങ മിക്സ് ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ഇടാം കേട്ടോ, ഞാൻ ഇടുന്നില്ല. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ് കേട്ടോ വേണ്ടത്, കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യരുത്. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം കറി തയ്യാറാക്കുന്ന ഉരുളിയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഉടച്ചെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ. ഈ മാങ്ങാക്കറിയുടെ ടേസ്റ്റിൻ്റെ പ്രധാന കാരണം ഈ ഒരു മിക്സിംഗ് ആണ് കേട്ടോ. ഈ ഒരു മിക്സിങ് കഴിയുമ്പോൾ തന്നെ അടിപൊളി ഒരു സ്മെല്ലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഐറ്റംസ് എല്ലാം നന്നായിട്ട് തിരുമ്മി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച പൊടിയുടെ മിക്സില്ലേ അതുകൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. അങ്ങനെ 2ാമത്തെ മിക്സിങ്ങും കഴിഞ്ഞു. ഇനി മാങ്ങ ഇട്ടതിന് ശേഷം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മാങ്ങയിലേക്കെല്ലാം ഈ ഒരു കൂട്ട് നന്നായിട്ട് പിടിക്കണം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്ന് 1-ാം പാലിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2-ാം പാലിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കണം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ മിക്സിങ്ങും കൈ വെച്ച് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ കറിയുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കറി നന്നായി തിളച്ച് കഴിയുമ്പോൾ നേരത്തെ എടുത്തു വെച്ചതിൽ ബാലൻസ് ഉള്ള 2-ാം പാല് ചേർത്ത് ഇളക്കി കൊടുക്കാം. അതും നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ബാലൻസ് ഇരിക്കുന്ന 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്തതിന് ശേഷവും പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1-ാം പാല് ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കണ്ട. ചട്ടിയിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ 3 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴറ്റി ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് വഴറ്റാം. ചുവന്നുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് പൊട്ടിച്ചിടരുത് കേട്ടോ, ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ഇടണം. ഈ കറി താളിച്ചൊഴിക്കുമ്പോൾ കടുക് പൊട്ടിക്കില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്ത് വഴറ്റുമ്പോൾ കരിഞ്ഞു പോകരുത്. അതിനുശേഷം താളിച്ച ഐറ്റംസ് എല്ലാം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 2 മിനിറ്റിന് ശേഷം നമുക്ക് കറി ഇളക്കി യോജിപ്പിക്കാം. ഈ കറി തലേദിവസം ഉണ്ടാക്കി പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു കറിയാണിത്. പിറ്റേന്നാകുമ്പോഴേക്ക് കറി ഒന്നുകൂടെ കുറുകി നല്ല തിക്കായിട്ടുള്ള ചാറോട് കൂടിയ കറിയായിട്ടുണ്ടാവും കേട്ടോ. അങ്കമാലി മാങ്ങാക്കറി ഇതുവരെ കഴിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിൽ അങ്കമാലി മാങ്ങാക്കറിയുടെ വേറൊരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.